വകുപ്പിന്റെ കീഴിൽ വരുന്ന പാലക്കാട് ജില്ലയിലുള്ള ഹോർട്ടിക്കൾച്ചറൽ ഡെവലപ്മെന്റ് ഫാമാണ് മലമ്പുഴ ഫാം. ഹോർട്ടിക്കൾച്ചർ എന്ന് പറഞ്ഞാൽ ഈ ഇപ്പം നിങ്ങൾ പഠിക്കുന്ന ബഡിങ്, ഗ്രാഫ്റ്റിങ്, ലെയറിങ്, കട്ടിങ്, പിന്നെ പച്ചക്കറി തൈ ഉൽപാദനം, വിത്ത് ഉൽപാദനം. പച്ചക്കറി വിത്ത് ഇടാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, എങ്ങനത്തെ വിത്തൊക്കെ ഇടാൻ വേണ്ടി ഉപയോഗിക്കുന്ന പോട്ടിങ് മിക്സറാണിത്. അപ്പൊ നമ്മളിത് ഇതിൽ എന്തൊക്കെ ചേർക്കും എന്നുള്ളത് അറിയണ്ടേ? ചകിരി കമ്പോസ്റ്റ് 5 കിലോ ഇതാ സാധനം. ചകിരി ചോറും നമുക്ക് 5 കിലോന് ചേർക്കാം കേട്ടോ. ചകിരി 4 ചേരില്ലേ അത്. പിന്നെ പെർലൈറ്റ് 1.5 കിലോ സാധനം. അത് പറഞ്ഞാല് വെള്ളം ഈർപ്പം വലിച്ചെടുക്കുന്ന സാധനമാണ്. നമുക്ക് വിത്ത് മുളയ്ക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം വലിച്ചെടുക്കുന്നു. നല്ല ഈർപ്പം പാടില്ല, പാകം പോലെ. പിന്നെ വെർമിക്കുലേറ്റ് ഇത് 2.5 കിലോ. കണ്ടോ, ഒരു പാറപ്പൊടി പോലത്തെ സാധനം. ഇത് നമുക്ക് ഫംഗസ് ഇല്ലാതിരിക്കാൻ സൂഡോമോൺസ് കാട്ടിക്കൊടുക്കും സാധനം. സൂഡോമോൺസ് ഒരു 100 നനയാൻ പാടില്ല. ഇത് കണ്ടോ, നനയാത്തത് കണ്ട, മുകളില് നനഞ്ഞത് കണ്ട, ഇതുപോലെ നനയാൻ പാടുള്ളൂ. ഇതുപോലെ നനച്ചിട്ട് നമ്മള് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഈ ട്രേയില് നിറയ്ക്കുക. 104ന്റെ ട്രെയിനിട്ട് അത് 104 കുഴിയാണ്. ശ്രദ്ധിക്കാം. നമ്മളിങ്ങനെ നിറച്ചെടുക്കാം. ഹോളിടുക നടത്തില്ല. വിത്തിട്ടിട്ട് മണ്ണിടാൻ പാടില്ല. അങ്ങനെ ചെയ്താല് ഈ കുഞ്ഞി മുളയല്ലേ വിത്തുന്ന് വരിക, അതിന്റെ മുകളിലേക്ക് പൊങ്ങി വരാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മള് മണ്ണ് നിറച്ചതിന് ശേഷം ഉണ്ടാക്കിയിട്ട് വിത്തിടുന്നത്. വെണ്ട വിത്താണ് ഇടുന്നത്. ഇതാണ് വെണ്ട വിത്താണ് നമ്മൾ ഇടുന്നത് കേട്ടോ. ഇങ്ങനെ നടുക്കിൽ ഓരോന്നിങ്ങനെ ഒരെണ്ണേ വീടാൻ പാടുള്ളൊരു കുഴി. വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ആ കല്ലി എടുക്കുന്നത്, കല്ലി. അതായത് 12 മുതൽ 59. അയ്യോ, ഈ വീഡിയോ കാണിച്ചു തരാം കേട്ടോ മക്കളെ. ഇത് ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ളതാണ് ഈ വേര് വരും. വേര് വന്നതും നമ്മൾ എന്ത് ചെയ്യണം, ഒരാഴ്ച കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു വി കട്ട് കൊടുക്കാം. അതിനെയാണ് വി കട്ട് കൊടുക്കുന്നത്. ഇതെങ്ങനെയാണ് ഉണ്ടോ, 2 സൈഡിലേക്ക് തോലെടുക്കുക. ഇതിനാണ് വി കട്ട് എന്ന് പറയുക. വി കട്ട് എന്ന് പറയുമ്പോൾ വി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും എന്താണ്, അതിനെ മുറിക്കാൻ പോവുകയാണെന്ന്. അപ്പോൾ അതിൻ്റെ എണ്ണം, വേരുകളുടെ എണ്ണം കൂടാനാണ് നമ്മൾ വി കട്ട് കൊടുക്കുന്നത്. അതിൻ്റെ നിലനിൽപ്പ് അത് നോക്കുകയാണ്, അതിൻ്റെ ഈ തൈൻ്റെ നിലനിൽപ്പ്. അപ്പോൾ എന്ത് ചെയ്യും, വേരിൻ്റെ എണ്ണം കൂടും. അപ്പോൾ ഒരാഴ്ച കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ താഴ്ഭാഗത്ത് ഒരു വി കട്ട് കൊടുക്കും. അപ്പം പിന്നെയും വേരുകളുടെ എണ്ണം ഫുള്ളായിട്ട് വേരുകളുടെ എണ്ണം ഉണ്ട്. അപ്പോൾ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ തൈയിൽ ഫുള്ളായിട്ട് വേര് വന്നിട്ടുണ്ടാവും. ഇതിന് കട്ട് ചെയ്തെടുക്കാം. അതെ, അപ്പോൾ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഒരു കവറിൽ നമ്മൾ കോട്ട് ചെയ്യും. കവറിൽ നമ്മൾ വെച്ചിട്ട് സൈഡിൽ നിന്ന് കിട്ടുന്ന പായലിനെയാണ് മോസ് എന്ന് പറയുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ ചകിരിച്ചോറാണ് ഉപയോഗിക്കുന്നത്. ചകിരിച്ചോറിൽ റിസൾട്ട് കുറച്ച് കമ്മിയാണെങ്കിലും കൂടെ നമുക്ക് മോസ് കിട്ടാൻ വഴിയില്ല പറഞ്ഞാൽ ചകിരിച്ചോറിലാണ് നമ്മൾ ലെയറിങ് ചെയ്യുന്നത് കണ്ടോ. ഇതിലാണ് ലെയറിങ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് തുടങ്ങാം. നമുക്ക് ലെയറിങ് ചെയ്യാൻ ഇതെടുക്കുന്ന കണ്ടോ, ഇങ്ങനെയുള്ള കമ്പുമാണ് നമ്മൾ തിരഞ്ഞെടുക്കണമെങ്കിൽ. പെൻസിൽ വണ്ണമുള്ള കമ്പ് വേണം തിരഞ്ഞെടുക്കണമെങ്കിൽ കേട്ടോ. ഫസ്റ്റ് ചെയ്യേണ്ടത് അതിൻ്റെ ഇല കളയുക. ഉണ്ടോ, എന്നിട്ട് ഇതിൻ്റെ തോല് നമ്മൾ എടുക്കണം. ഇതിന് വേര് വരുന്ന സ്ഥലം എവിടെയാണെന്ന് അറിയുമോ? എവിടെയാ, ഈ നെറ്റിയിലാണ് വേര് വരുന്നത്.
അപ്പോൾ അത് ബെഡിൽ ഈ ബെഡിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ തോലെടുക്കുന്നത്. കണ്ടോ, ഇവിടെ ഒരു റിങ് പോലെ കൊടുത്തിട്ട് താഴെ കണ്ടില്ലേ. എന്നിട്ട് 1 ഇഞ്ച് ഗ്യാപ്പിൽ ഒരു റിങ് കൊടുത്തിട്ട് ആ തോല് മുഴുവൻ എടുക്കണം. കണ്ടോ, മനസ്സിലായി തോല് മൊത്തം എന്തുണ്ടാവും? ഇത് പേര് വരും. അതിനാണ് ഈ തോല് കംപ്ലീറ്റ് എടുക്കുന്നത്. കണ്ടോ, ഇവരുടെ കണക്ഷൻ നമ്മൾ ഇല്ലാതാക്കണം. കണ്ടോ, ഇതുപോലെ വേണ്ട തോലെടുത്തിരിക്കുന്നുണ്ടോ? ഇതുപോലെ തോലെടുത്തിട്ട് വേണം നമ്മള് തോലെടുക്കാം. എടുത്തതിന് ശേഷം നമ്മള് മോസ് ഇല്ലെങ്കിൽ ശേഖരിച്ചോളൂ. വെള്ളം നനയ്ക്കേ ഫോട്ടോ വേണ്ട, ഞാൻ പറഞ്ഞുതരാം. വേണ്ട, വെച്ച് നല്ല ടൈറ്റ് ആക്കിയിട്ട് വേണം ഇത് ചുറ്റണമെങ്കിൽ. എന്നിട്ട് 2 സൈഡും മുറുക്കി കെട്ടും. ഇഷ്ടം പോലെ ചെയ്തിട്ടില്ലേ? കണ്ടോ, ടൈ കവർ പോലെ കെട്ടി. കെട്ടിയത് ലൂസായിരിക്കാൻ പോലെ ടൈറ്റ് ആയിരിക്കണം. തൊട്ട് നോക്കി പിടിച്ചു നോക്കിയാൽ കണ്ടോ, ടൈറ്റ് ആയിരിക്കണം. കണ്ടില്ലേ, ഇതുപോലെ ടൈറ്റായി കെട്ടണം. അപ്പൊ ഇതില് ഇല്ല, അതില് മുട്ട കണ്ടോ? ഇതില് എവിടെ കവർ ചെയ്തില്ലേ? ചുറ്റുന്ന സമയത്ത് അത് കവറിങ് ആയി പോയി കേട്ടോ. ഇനിയിപ്പോ ഇത് മഴ പെയ്യുന്ന സമയത്താണ് നമ്മൾ തുടങ്ങുന്നത്. ഏത് ഈ ലെയറിങ് ചെയ്യുന്നത് ജൂൺ മാസത്തിലാണ്. മഴ സമയത്താണ് ഇത് ലെയറിങ് ചെയ്യുക. അപ്പൊ എന്തെങ്കിലും നനച്ചു കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇതിൽ നമ്മൾ എത്ര ടൈറ്റാക്കി കെട്ടുന്നോ അതിനനുസരിച്ച് ആ വെള്ളം, ആ ഈർപ്പം അതിൽ നിലനിൽക്കുള്ളൂ. മഴ പെയ്യുന്ന സമയത്ത് ഇതിനകത്തോടെ വെള്ളം ഇറങ്ങും. കണ്ടില്ലേ, 2 സൈഡോടെ ഇങ്ങനെ മേളിലേക്ക് നിൽക്കുകയാണെങ്കിൽ ഇവിടേക്കൂടെ വെള്ളം കറക്റ്റായിട്ട് ആവശ്യമുള്ള വെള്ളം മാത്രം വലിച്ചെടുക്കും. അപ്പോൾ നമ്മളൊരു 15 ദിവസം, ഒരാഴ്ച 2 ആഴ്ചൻ്റെ ഉള്ളിൽ നമുക്കതിലൊരു വേര് വരും. ഇതല്ലേ, ഒരു മൂളം എടുത്തിട്ട് നമ്മൾ വേറൊരു തൈയിലേക്ക് നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മൂളത്തിൽ നിന്നാണ് തൈ ഉണ്ടാകുന്നത്. ഇതുണ്ടോ, തൈ ഉണ്ടോ? എടുക്കുന്ന കണ്ടോ, ഇങ്ങനെയുള്ള മൂളമാണ് എടുക്കണമെങ്കിൽ കേട്ടോ. ശ്രീനന്ദ റോസിന്റെ അടുത്ത് നിൽക്ക്. നോക്ക, കട്ട് ചെയ്ത ഷേപ്പൊക്കെ ഒന്ന് നോക്ക.
കണ്ടോ? ഇങ്ങനെയുള്ള മുകളാണ് എടുക്കേണ്ടത്. കണ്ടോ? ബെഡ് എടുത്തിരിക്കുന്നത് ഷേപ്പ് കണ്ടോ? അതിനകത്ത് തോല് മാത്രമേ ഉള്ളൂ. ഇതാണ് മുകുളം. ഉണ്ടല്ലേ? ഇവിടെയാണ് നമുക്ക് തളിര് വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ? ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ? ഇതിനാണ് നമ്മൾ എടുക്കുന്നതിന് എന്താ പറയാ? അതിനൊരു ടേം ഇല്ലേ? എന്താണ് ബഡിന് എന്താ പറയാ? അബാൻ ബഡിന് എന്താ പറയാ? ആ 2 ടേംസ് ഇല്ലേ ഏതാ പറയണത്? ചോക്കാണോ? സയോണല്ലേ? അവരാ പ്രോസസ്സാണ് ബഡിങ് പറയുന്നത്. അല്ല പിന്നെ ഇതിൽ വളരും. അടുത്ത മാസം വന്ന് നോക്കാം. ഈ പൈസ തരുമോ? കണ്ടോ? ഇതിനകത്ത് വെച്ചു കണ്ടില്ലേ? എന്നിട്ട് ആ മൂളത്തിന് മാത്രം വെളിയിലേക്ക് ആക്കിയിട്ട് പ്ലാസ്റ്റിക് പേപ്പർ കൊണ്ട് കണ്ടോ വലിച്ചു. അതെന്തിനാ ബഡ് മാത്രം മുകളിലേക്ക് ആക്കിയത്? ആ ബെഡിൽ അതിലാണ് നമുക്ക് തളിര് വരുന്നത്. ഇത് ഈ മൂളുണ്ടല്ലോ, ആ മൂളത്തിലാണ് തളിര് വരുന്നത്. കണ്ടോ? അതിനെ ഒഴിവാക്കിയിട്ട് വേണം അവിടെ ചുറ്റണമെങ്കിൽ. കണ്ടോ? ആ മുറിവ് കറക്റ്റ് മൂടിക്കൊടുക്കും. ഞാൻ പോയി കണ്ട് മരിഞ്ഞു വീഴും. പിടിച്ചോ? അല്ല, മൊത്തമായിട്ട് പിടിക്കും. സമാധാനത്തിൽ പതുക്കെ പതുക്കെ കൈ കത്തി മുറിച്ചുള്ളതാണ്. പതുക്കെ എന്നിട്ട് ഇവിടെ റിങ് ഇവിടെ എങ്ങനെ റിങ് കൊടുക്കുക? നിനക്ക് 1 മിനിറ്റ് സമാധാനത്തിൽ ചെയ്യൂട്ടാ. നിൽക്കോ ഇങ്ങനെ ഈ ലെവലിൽ ഒരേ ലെവലിൽ വേണം ചെയ്യണമെങ്കിൽ കേട്ടോ. ചെയ്തോ. റൗണ്ടായിട്ട് വെച്ചത് ആദ്യം കത്തി വെച്ചവിടെ തന്നെ ചെയ്യും. ഇവിടെ കണ്ടോ? ഇവിടെ ആ ഇതിലേക്ക് മുട്ടാൻ പാടില്ല. ഇതിലേക്ക് മുട്ടരുത്. ഇതിൽ വേര് വരുന്ന സ്ഥലമാണിത്. ഞെട്ടിയിൽ മുട്ടരുത്. കണ്ടോ? അവിടേക്ക് മുട്ടിയത് ഫുള്ള് റൗണ്ടാകട്ടെ. ഫുള്ള് റൗണ്ടായി മുറിക്ക് ഒന്നുകൂടെ മുറിക്ക്. കറക്റ്റ് റൗണ്ട് വരട്ടെ. അടിയിൽ കൂടെ വരട്ടെ. അടിയിൽ കൂടെ വരണം. മുകളിലേക്ക് വരട്ടെ. അങ്ങനെ തന്നെ. എന്നിട്ട് 1 ഇഞ്ച് ഗ്യാപ്പ് ഇതവിടെ ഇവിടെ വെച്ച് മുറി. ഇവിടെ അതേപോലെ ഇറങ്ങി കൊടുക്കും. കുറച്ചുകൂടെ അവിടെ ഫുള്ള് റൗണ്ട് വരട്ടെ. കാണുന്നുണ്ടല്ലോ അത്. ഫുള്ള് റൗണ്ട് വരട്ടെ. അടിയിൽ കൂടെ ഇനി തിരിച്ച് പെടുന്നു. മുകളിൽ നിന്ന് വരട്ടെ. മുകളിൽ നിന്ന് അടിയിലേക്ക് പോട്ടെ. വളയ്ക്കണ്ട. വളച്ചാൽ പൊട്ടും കേട്ടോ. എന്നിട്ടൊരു വര കൊടുക്കും. പതുക്കെ വരച്ചാൽ മതി. കയ്യിലേക്ക് വരും കത്തി. നിൽക്കട്ടെ കത്തിയാ. ഇനി ഞാൻ കൊണ്ടത് എടുക്കും. ഫുള്ളെടുക്ക്. ഫുള്ളെടുക്കാം. നമ്മളതിൻ്റെ കണക്ഷൻ ഒഴിവാക്കുകയാണത്. വന്നോ? ഒരു മിനിറ്റ്. അതില്ലേ ഇങ്ങനെ നിൽക്കുക. എന്നാലേ ഇവർ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ നമുക്ക് കിട്ടുള്ളൂ. ഇവിടെ നിന്ന് നോക്കിക്കോ.
പിടിച്ചോ ഇത് പിടിച്ച് താഴ്ത്തി പിടിക്കും ഇത് പിടിച്ചോ ഇത് പിടിക്കും അത് പിടിക്കും